ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോറിന് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് വേണ്ടി ഞാൻ 2 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. ഇങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്നൻ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നൻ പരിപ്പ് ഒന്ന് ചെറുതായി ചുവന്ന് വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് കണക്കാക്കി നമ്മളിത് വറക്കണം. നല്ലതായിട്ട് ചുവക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വറുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആദ്യം മുട്ടയുടെ വെള്ളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി എടുത്ത് മുട്ടയുടെ മഞ്ഞയെ കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. സവാളയോ തക്കാളിക്കോ ഒന്നും ഇടില്ല. വെറും തേങ്ങയും മുട്ടയും മാത്രമുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ചോറിന് കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.